നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നിയന്ത്രണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന മുസ്ലിം പെൺകുട്ടികളോട് ഇന്ന് ചാനലുകാർ പുറകെ നടക്കുകയാണ്. പുതിയ യൂണിഫോമിന്റെ സംവിധാനം വരുമ്പോ ആൺകുട്ടികൾ ധരിക്കുന്ന അതേപോലെ തന്നെ ഡ്രസ് പെൺകുട്ടികൾ ധരിക്കട്ടെ എന്ന നിയമം വരുമ്പോ ഓരോ സ്കൂളിൽ നടപ്പിലാക്കുമ്പോ സ്കൂളിൽ എത്രയോ ഇതര മതസ്ഥരായ പെൺമക്കളുണ്ട്. ചാനലുകാർക്ക് അവരെയൊന്നും വേണ്ട. മുസ്ലിം പെൺമക്കളുടെ മുമ്പിലേക്ക് ചാനലുകാർ എന്നിട്ട് ചോദിക്കുന്നു, ഈ വസ്ത്രത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലാഹുവേ, ഇന്നലെ വരെ വീട്ടിൽ നിന്ന് നല്ല ഇറക്കമുള്ള പാവാടയാണോ എന്ന് നോക്കിയിട്ട് ഉമ്മ പറഞ്ഞയച്ചിരുന്ന, ഇന്നലെ വരെ എന്റെ പൊന്നുമോള് ധരിച്ചിരിക്കുന്ന വസ്ത്രം നല്ലതാണോ എന്ന് ഉമ്മ പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഉമ്മ പുറത്തേക്ക് വിട്ടിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് തന്റെ ശരീരത്തിന്റെ ലാവണ്യം പുറത്തറിയിക്കുന്ന, തന്റെ ശരീരത്തിന്റെ വളവും ഒടിവൊക്കെ പുറത്തറിയുന്ന തരത്തിലൊരു വസ്ത്രം ധരിക്കാൻ അവസരം കിട്ടിയപ്പോ ചാനലുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രം മതിയെന്നാണ്. പൊന്നുമോളെ, രക്തത്തിളപ്പിന്റെ കിളിപ്പെടുത്തുന്ന പ്രായമാണ്. എന്റെ ഉമ്മമാരുടെ കയ്യിൽ നിന്ന് മക്കളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയോ പെങ്ങളെ? വിദേശ രാജ്യത്ത് പൊരിവയിലത്ത് കിടന്ന് പണിയെടുത്തിട്ട് പൊന്നുമോള് പറയുന്ന ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന പാലക്കാട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിന്റെ കൈവെള്ളയിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടു പോകുന്നത് പോലെ നിരീശ്വരവാദത്തിന്റെ ഇസ്ലാമിന്റെ അന്തസത്തയെ കളഞ്ഞു കുളിക്കുന്ന ഭ്രാന്തന്മാരുടെ കൈകളിലേക്ക് നിന്റെ മക്കളെ നഷ്ടപ്പെട്ടു പോവുകയാണോ? ഓർക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ.